നീറ്റ് ചോദ്യപേപ്പർ ചർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കൽ നിലപാടിൽ ഉറച്ച മോദി സർക്കാർ. രാജിവെച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണെന്നും പ്രതീകാത്മക നടപടികൾക്ക് പകരം പരീക്ഷാ സമ്പ്രദായത്തിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് മുൻഗണന നൽകുന്നതെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യം അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ശക്തമായ നിലപാടിലാണ് ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ചോദ്യമേ ഉദിക്കുന്നില്ല എന്നും ജനങ്ങൾ നൽകിയ ജനവിധി നിറവേറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പോരായ്മകളുടെ കൃത്യമായ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നും തിരുത്തൽ നടപടികൾ ഉടൻ നടപ്പിലാകുമെന്നും സർക്കാർ അറിയിച്ചു. കൂടാതെ പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുമായി പുതിയ ബിൽ അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ഇതിനുള്ള കരട് നിയമത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. രാജിവെക്കുക എന്നത് എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള തീരുമാനമാണ് എന്ന അഭിപ്രായ സർക്കാർ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. സർക്കാർ മന്ത്രിക്ക് ഒപ്പമാണെന്നും വ്യക്തമാക്കി. ഞങ്ങൾക്ക് ജനവിധി നൽകിയിട്ടുണ്ട്, അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. പേര് വെളിപ്പെടുത്താത്തൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ NDTVയോട് പറഞ്ഞതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ പോരായ്മകളെക്കുറിച്ചുള്ള ഒരു പട്ടിക സർക്കാർ തയ്യാറാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കും. ചോദ്യപേപ്പർ ചർച്ചയിൽ പങ്കാളികളായ നിരവധി സംഘങ്ങളെ ഞങ്ങൾ ഇതിനകം പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാരുമായി നടന്ന രണ്ടാം ഘട്ട ചർച്ചയിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വേണമെന്ന ആവശ്യം CJP ആവർത്തിച്ചു. പ്രധാന രാജി ആവശ്യത്തിൽ ശനിയാഴ്ച ഉച്ചവരെ സർക്കാർ സമയം ചോദിച്ചിട്ടുണ്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം CJP അറിയിച്ചു. ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, PMO സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവരും CJPയെ പ്രതിനിധീകരിച്ച് ദേശീയ വക്താവ് സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരുമായും സംസാരിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് പുറമെ പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധക്കാർക്കെതിരെയുള്ള FIRകൾ പിൻവലിക്കുക, സൻസദ് ചലോ മാർച്ചിനിടെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ അധികൃതർ മാപ്പ് പറയുക എന്നിവയും CJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കില്ലെന്നും നഷ്ടപരിഹാര വിഷയം തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നും അറിയിച്ച സർക്കാർ മന്ത്രിയുടെ രാജിയുടെ കാര്യത്തിൽ മറുപടി നൽകാൻ ശനിയാഴ്ച ഉച്ചവരെയാണ് സമയം ചോദിച്ചിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടി എന്നവണ്ണം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിലേക്ക് മാറ്റുകയും വകുപ്പുകളിൽ പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ സർക്കാർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസം നീണ്ട തന്റെ നിരാഹാര സമരവും അവസാനിപ്പിച്ചു. NDAയും വിദ്യാഭ്യാസ മന്ത്രാലയവും ശക്തമായ വിമർശനം നേടുമ്പോഴും മന്ത്രിയെ മാറ്റാതെ പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്.